യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിപിൻ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നോട് വളരെ മോശം രീതിയിലാണ് ജില്ലാ നേതൃത്വം പെരുമാറിയതെന്ന് വിപിൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പുഷ്പലതയ്ക്ക് പരാതി നൽകിയെന്നും വിപിൻ വ്യക്തമാക്കി. നിയോജകമണ്ഡലം പ്രസിഡന്റായ ഞാൻ അറിയാതെ എൻ്റെ നിയോജക മണ്ഡലത്തിനകത്ത് ഒരു ക്യാമ്പ് നടത്താൻ ഇവർ പ്ലാൻ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വിഷയം ഞാനൊരു നമ്മുടെ ഒരു യോഗത്തിനകത്ത് ചോദിച്ചപ്പോൾ നീ ഇപ്പോൾ സംസാരിക്കേണ്ട, ഇത്ര സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഒരു മുതലാളിത്തത്തിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് എന്നോട് അത്തരത്തിൽ ഒരു രീതിയിൽ പെരുമാറിയതായി എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാതെ പകുതി നേരം നിന്ന് ആ ഒരു വിഷയത്തിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി പോവുകയുണ്ട്. അതിനുശേഷം വരും ദിവസങ്ങളിലും ഇതുപോലെയുള്ള നിലപാടുകൾ ഒരു നിയോജകമണ്ഡലം പ്രസിഡൻറ്റിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച് നമ്മൾക്കൊരു കാര്യവും ചെയ്യാൻ കഴിയാത്തൊരു രീതിയായി. എല്ലാ കാര്യങ്ങളും ഇവർ പറയുന്ന തിരക്കഥയ്ക്കനുസരിച്ച് ആടിത്തീർക്കേണ്ട ഒരാളായി മാറാൻ അവർ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാനൊരു ശ്രമം നടക്കുമ്പോഴാണ് ഇതിൽ താല്പര്യമില്ലാതെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഒരാൾ നയിക്കുന്ന ഒരു പാവയായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരത്തിൽ നിരന്തരം എന്നെ ഓരോ വിഷയത്തിലും ഇവർ വേട്ടയാടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇത്തരത്തിലൊരു രാജിക്ക് മുതിർന്നത്. ഇക്ബാൽ അറക്കലുണ്ട് വിവരങ്ങളുമായി പാലക്കാട് നിന്ന്. ഇക്ബാൽ, വെരി ഗുഡ് മോർണിംഗ്. ഒട്ടും സന്തോഷമല്ലാത്തൊരു വാർത്തയാണ്. പ്രത്യേകിച്ച് അസംബ്ലി പ്രസിഡന്റ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. ജില്ലാ നേതൃത്വം തന്നെ പലരെയും തഴയാറുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അതിനെല്ലാം പല കാരണങ്ങളും, അത് ഗ്രൂപ്പ് വിഭാഗീയതയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ ഉൾപ്പെടെ പലയിടങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇത് ജാതിപരമായ വിവേചനം എന്നാണ് വിപിൻ പറയുന്നത്. ഗുരുതരമായ ആരോപണമാണ്. വിനിൽ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി അംഗം കൂടിയായിട്ടുള്ള വിപിൻ ഈ നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ രാജിസന്നദ്ധ അറിയിച്ചുകൊണ്ടുള്ള കത്ത് പിൻവലിക്കുന്നതായി വിപിൻ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇത് നേതൃത്വം അംഗീകരിച്ചില്ല. ഇതിന് പിന്നാലെയാണ് ജില്ലാ നേതൃത്വത്തിൽ നിന്ന് തനിക്ക് ഉണ്ടായ ഈ അനുഭവങ്ങളെല്ലാം വിപിൻ തുറന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വടകരയിലേക്ക് കളം മാറിയതോടുകൂടി പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ തിരക്കഥയ്ക്ക് അനുസരിച്ച് മാത്രമേ യൂത്ത് കോൺഗ്രസുകാർക്ക് പ്രവർത്തിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വിപിൻ പറയുന്നത്. തൻ്റെ നിയോജക മണ്ഡലത്തിൽ താൻ അറിയാതെ തന്നെയുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ നേതൃത്വം ഏറ്റെടുത്ത് നടത്തിയപ്പോൾ ആ കാര്യം ഒരു യോഗത്തിൽ വെച്ച് വിപിൻ ചോദ്യം ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ ചോദ്യം ചെയ്യുന്ന നടപടി എതിർത്തുകൊണ്ട് തൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങിക്കൊണ്ട് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളായ തന്നെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചു എന്നാണ് വിപിൻ പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിപിൻ ജില്ലാ നേതൃത്വത്തോട് കാര്യങ്ങൾ പിന്നീടും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാത്ത രീതിയിലാണ് ജില്ലാ നേതൃത്വം തന്നോട് പെരുമാറിയത്. ഇതുകൊണ്ടാണ് താൻ രാജിസന്നദ്ധ അറിയിച്ചതെന്നാണ് വിപിൻ പറയുന്നത്. മാത്രമല്ല, ഒരു നഗരസഭാ കൗൺസിലർ അംഗം കൂടിയായിട്ടുള്ള എന്ന തനിക്ക് DCC പ്രസിഡന്റിനോട് ചില രീതിയിലുള്ള അടുപ്പങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരു കോൺഗ്രസ് പ്രവർത്തന രീതിയിൽ DCC പ്രസിഡന്റിനെ കാണുകയും മറ്റു കാര്യങ്ങൾ ആവശ്യപ്പെടുകയും എല്ലാം ഉണ്ടാവും. പക്ഷേ ഇത്തരം സമീപനം അല്ലെങ്കിൽ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നും ജില്ലാ നേതൃത്വത്തിന് സഹിച്ചിരുന്നില്ല എന്നാണ് വിപിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തന്നെ തുടർച്ചയായി വേട്ടയാടിയതുകൊണ്ടാണ് താൻ ഈ നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ജില്ലാ നേതൃത്വത്തിനെതിരെയാണ് ഈ ആരോപണം ഉയർന്നിരിക്കുന്നത്. അവരുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ ഇക്ബാൽ? അതായത് ബിനിൽ, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ സമയത്ത് തൻ്റെ പാർട്ടിയെ വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന് കണ്ടുകൊണ്ടാണ് വിപിൻ ഈ രാജിവെച്ചുകൊണ്ടുള്ള തീരുമാനം പിൻവലിച്ച് ഈ രാജിക്കത്ത് പിൻവലിക്കുന്ന ഒരു നടപടി ഉണ്ടായത്. ഇത് നേതൃത്വത്തെ അറിയിക്കുക തന്നെ ചെയ്തു. പക്ഷേ ഈ രാജി സന്നദ്ധ അറിയിച്ച കത്ത് നേതൃത്വം നൽകി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ള ഒരു വ്യക്തിയാണ് പകരം ഈ മണ്ഡലത്തിൽ നിയമിച്ചത്. ഇതാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പിന്നീട് വഴിവെച്ചത്. ജില്ലാ നേതൃത്വം പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ രാജ്യസന്നദ്ധ അറിയിച്ച് പകരക്കാരനെ ഒരാളെ നിയമിച്ചതിന് ശേഷം ഇത്തരത്തിൽ ഒരാളെ തിരിച്ചെടുക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഇനിയും മറ്റുള്ളവർക്ക് ഒരു പ്രവണതയായി മാറും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇനി തിരിച്ചെടുക്കുന്ന നടപടികളിലൊന്നും തങ്ങളൊരു തീരുമാനം എടുക്കില്ല എന്നാണ്. ഏതായാലും ഈ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപിൻ ദേശീയ നേതൃത്വത്തെയാണ് സമീപിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് വിപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് നേതൃത്വം
നേതൃത്വത്തിനെതിരെയാണ് മുൻ അസംബ്ലി പ്രസിഡന്റ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. താൻ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് അവഗണിച്ചു എന്നുള്ളതാണ് വിപിൻ ഉന്നയിക്കുന്ന പരാതി. വളരെ പ്രധാനപ്പെട്ട കാര്യമായി പാലക്കാട് ജില്ലാ കോൺഗ്രസ് നേതൃത്വവും KPCCയും ഉൾപ്പെടെ പരിഗണിക്കേണ്ട ഒരു വിഷയമായതായി ഇക്ബാൽ അറക്കൽ ചൂണ്ടിക്കാട്ടുകയാണ്.